ഗൾഫിലെ എണ്ണ പ്രകൃതിവാതക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം ശക്തമാക്കി ഇറാൻ. UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ എണ്ണ ഉൽപ്പാദന സംഭരണ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചു. സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളെ ഖത്തർ പുറത്താക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് 12 അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. സൗത്ത് പാഴ്സ് വാതക പാടത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫിലെ എണ്ണയുൽപാദന സംഭരണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അബുദാബിയിലെ ഹബ്ഷാൻ, ബാബ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, സൗദി അറേബ്യയുടെ ചെങ്കടൽ തീരത്തുള്ള യാംബു എണ്ണ ശുദ്ധീകരണശാല, ഖത്തറിലെ റാസ് ലഫ പ്രകൃതിവാതക കേന്ദ്രം, കുവൈറ്റിലെ മിന അൽ അഹമ്മദി അബ്ദുള്ള പോർട്ട് റിഫൈനറി എന്നിവിടങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്തി. പലയിടത്തും തീ ഇനിയും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖത്തറിലെ റാസ് ലഫ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വീണ്ടും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട്. സൗദി തലസ്ഥാനമായ റിയാദിൽ ചേർന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമാണ് ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഒമാൻ ഒഴികെയുള്ള 12 രാജ്യങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സംഘർഷം ശക്തമായതോടെ ഇറാൻ നയതന്ത്ര പ്രതിനിധികളെ ഖത്തർ പുറത്താക്കി. നയതന്ത്ര കാര്യാലയത്തിലെ എല്ലാ ജീവനക്കാരോടും രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു. അമേരിക്കക്കാരോട് രാജ്യം വിടാൻ സൗദി അറേബ്യയിലെ US എംബസിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. UAEക്ക് നേരെ ഇറാനിൽ നിന്നും 22 ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായെന്നും എല്ലാം പ്രതിരോധിച്ചുവെന്നും UAE വ്യക്തമാക്കി. 7 ബാലിസ്റ്റിക് മിസൈലുകളും 15 ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണ ശ്രമം. ഇതിനിടെ ഹോർമൂസ് കടലിലൂടെ കപ്പൽ കടത്തിവിടുന്നതിന് ടോൾ ഏർപ്പെടുത്താൻ ഇറാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.